നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാണോ? രാവിലെ എന്തെങ്കിലും ട്രാപ്പാണോ? കുടിക്കാണോ രാവിലെ? എന്തെങ്കിലും പറയാനുണ്ടോ? വണ്ടി എടുത്തോ. ജനുവരി 28 എന്ന് പറഞ്ഞാൽ 2026 ജനുവരി 28-ന് 18 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ അന്ന് വൈകുന്നേരം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന രാഹുലിനെ ഈ കഴുകന്മാർ വട്ടം കൂടിയിട്ട് രാഹുലിനോട് ചോദിച്ച ചോദ്യമാണ്: രാഹുലെ ട്രാപ്പാണോ? രാഹുലെ കുടുക്കിയതാണോ? രാഹുലെ എന്താണ് പറയാനുള്ളത്? രാഹുലെ എന്തെങ്കിലും ഒന്ന് പറയോ പ്ലീസ്? ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് വേണം, ഞങ്ങൾക്ക് TRP റേറ്റിംഗ് വേണം എന്നൊക്കെ പറഞ്ഞ് വട്ടം കൂടിയ ആളുകൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ 24 ന്യൂസിന് മാത്രമായിട്ടൊരു അഭിമുഖം കൊടുത്തപ്പോൾ പറയുന്നത് എന്താ? ഹാഷ്മിക്ക് ലക്ഷങ്ങൾ കിട്ടി, ശ്രീകണ്ഠൻ നായർക്ക് കോടികൾ കിട്ടി, ഗോകുലം ഗോപാലിന് 100 കോടി കൊടുത്തു, എന്നിട്ടൊക്കെയാണ് ഈ ഇൻ്റർവ്യൂ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേ മാപ്രകൾ റിപ്പോർട്ടർ TV അടക്കമുള്ള ആളുകൾ വട്ടം കൂടി നിന്ന് രാഹുലിനോട് ചോദിക്കുക: രാഹുലെ കുടുക്കിയതാണോ? രാഹുലെ ട്രാപ്പാണോ? രാഹുലെ എന്തെങ്കിലും ഒന്ന് പറയോ? ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ളതാണ്, ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് വേണം, ഞങ്ങൾക്ക് TRP റേറ്റിംഗ് വേണം. ആഹാ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. 24-ൽ ഹാഷ്മി നടത്തിയ അഭിമുഖം, 1 മണിക്കൂറിലേറെ സമയമുള്ള ആ അഭിമുഖം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന ആളുകളുടെ വേട്ടക്കാരുടെ മൂലത്തിന് തീ കൊടുത്തിരിക്കുകയാണ്. ആ തീ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത് എന്തുകൊണ്ടാ? ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഹാഷ്മിക്കെതിരെ തെറിവിളി. ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം പൈസ കൊടുത്തുണ്ടാക്കിയതാണെന്ന് പറയല്, മറ്റൊരു ഭാഗത്ത് PR വർക്കാണെന്ന് പറയല്. ഷഹനാസ് ഇന്നലെ പറയുകയാണ് ഇത് പണം കൊടുത്തിട്ടാണ് അഭിമുഖം നടത്തിയത്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം: എന്താ തെളിവുണ്ടോ? എനിക്കറിയില്ല, സത്യമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ കേട്ടു, ഞങ്ങൾ പലതും കേട്ടു. ഷഹനാസ് ഒലീവ് പബ്ലിക്കേഷനിലെ ഈ പറയുന്ന ജോലിക്കാരിയിൽ നിന്ന് മാക്ബത്തിൻ്റെ ഉടമസ്ഥതയാവുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് ഷഹനാസ് ചെന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങളും കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. ഇവിടെ പറയണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു അജണ്ട നോക്ക്. ഞങ്ങൾക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും. 24 ഇട്ടപ്പോൾ നിക്കർ, ഇവരൊക്കെ ഇടുമ്പോൾ വള്ളി ട്രൗസർ അല്ലേ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അഭിമുഖം റിപ്പോർട്ടർ TVക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. 24-ന് കൊടുത്തപ്പോൾ കോടികൾ കൊടുത്തു, ലക്ഷങ്ങൾ ഹാഷ്മിക്ക്. ഹാഷ്മി PR വർക്ക് നടത്തി. ഇപ്പം ഹാഷ്മിയെ കാണുന്നത് സഖാക്കൾക്ക് കുരുപൊട്ടുക. എന്നാൽ പിന്നെ ഹാഷ്മിയെ ഇവർക്ക് അങ്ങ് കാണിച്ചു കൊണ്ടേ ഇരിക്കാമെന്ന് കരുതി നിരന്തരം ഹാഷ്മിയുടെ ഫോട്ടോകൾ നമ്മൾ ഷെയർ ചെയ്യാം. കാരണം എന്താ? ഹാഷ്മിയെ കാണുമ്പോൾ വല്ലാത്തൊരു മൂലം കടച്ചിൽ. ചില ആളുകൾക്ക് വല്ലാത്ത മൂലം കടച്ചിൽ. ചില ആളുകൾ പറയാ കോടികൾ കൊടുത്തു, തെളിവുണ്ടോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേട്ടു. അങ്ങനെ ഞങ്ങളും പലതും കേട്ടു. കൊണ്ടും കൊടുത്തും ഉണ്ടാക്കിയതാണെന്ന് നമ്മളും പലതും കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ കടന്നു കൊടുത്ത് ഉണ്ടാക്കിയതാണെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തെളിവുണ്ടോ ചോദിച്ചാൽ ഇല്ല, ഞാനങ്ങനെ കേട്ടു. കേട്ടത് പറയാലോ, കേട്ടതല്ലേ നിങ്ങളും പറയുന്നത്. ആധികാരികതയുണ്ടോ? ആധികാരികതയൊന്നുമില്ല അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒന്നും പറയാൻ ആധികാരികത വേണ്ട. തെളിവുണ്ടോ? തെളിവില്ല. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. അറിയോ? അറിയില്ല. എന്നാലും ഞാൻ പറയും. അതാണ് ഇപ്പോഴത്തെ ലൈൻ. അങ്ങനെ ആർക്കും എന്തും പറയാമെങ്കിൽ നമ്മളും പലതും കേൾക്കുന്നുണ്ട്. ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നുമുള്ള പല അടക്കം പറച്ചിലുകളും കേരളത്തിൻ്റെ പൊതുസമൂഹം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതിൽ പലതിനും തെളിവുകളുമുണ്ട്.
ആധികാരികമായിട്ട് തന്നെ പലതും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളും വിളിച്ചു പറയാം. എന്തേ വേണ്ടേ? വേണമല്ലോ. അതെങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് എന്തും പറയാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് അതപ്പതിക്കാൻ പാടില്ലല്ലോ. ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം അത് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമാവാം, ആദർശപരമായി ആശയപരമായ രാഷ്ട്രീയമാവാം. അതിനപ്പുറത്തേക്ക് ഈ കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പണം കൊടുത്ത് സ്ത്രീകളുടെ ശരീരം വിലക്ക് വാങ്ങിയിട്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ഈ ഏർപ്പാട് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഈ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളുടെ ധാർമ്മികതയാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഞങ്ങൾ ജേർണലിസ്റ്റുകളാണ്, ഞങ്ങൾ മാധ്യമ സ്ഥാപനമാണ് എന്നൊക്കെ പറയുന്നവരുടെ ധാർമ്മികത. കാരണം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നുള്ള അവസ്ഥയിൽ എനിക്ക് കിട്ടാത്തത് മറ്റവന് കിട്ടിയപ്പോൾ അത് പെയ്ഡാണ്, അത് PR വർക്കാണ്, അത് പണം കൊടുത്തിട്ടാണ് എന്നൊക്കെ പറയുന്ന ഏർപ്പാട്. ഇവരെ എല്ലാവരും വട്ടം അല്ലേ? ഇവരെല്ലാവരും കൂടിയിട്ടാണല്ലോ രാഹുലിന്റെ പിന്നാലെ പോയത്. അതല്ലാതെ 28-ന് രാഹുൽ ജാമ്യം കിട്ടി ജയിലഴിക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ജയിലിന്റെ കവാടം കടന്ന ഉടനെ വരൂ, നിങ്ങളെല്ലാവരും വരൂ, എന്നെ കുടുക്കിയതാണ്, എന്നെ ട്രാപ്പിൽ പെടുത്തിയതാണെന്നൊന്നും രാഹുൽ പറഞ്ഞിട്ടില്ലല്ലോ. രാഹുൽ കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടി, അയാൾ ലൈംഗിക വൈകൃതമുള്ളവനാണ്, അയാൾ ക്രൂരനാണ്, അയാൾ തമാടിയാണ്, അയാൾ പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി അയാളെ വേട്ടയാടിയ ആളുകൾ അയാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കുക, രാഹുലെ ട്രാപ്പാണോ, രാഹുലെ കുടുക്കിയതാണോ? ഇവർക്കത് ചോദിക്കാൻ കാരണമുണ്ട്. കാരണം പരാതികൾ അത്രയും കോടതിയിലെത്തുമ്പോൾ മൂഞ്ചിയാണ്. ആ ചാനലുകളിൽ കൊടുക്കുന്ന തലക്കെട്ടുകളൊന്നും കോടതിയിൽ ഏൽക്കുന്നില്ല. കോടതി ചോദിക്കുന്നത് എവിടെ പീഡനം, എവിടെ ബലാത്സംഗം, എവിടെ ക്രൂരത, എവിടെ സാമ്പത്തിക ചൂഷണം എന്ന് കോടതി ചോദിക്കുക. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇവർക്കും തോന്നുകയാണ് ശരിയാണല്ലോ. പക്ഷേ ഇതങ്ങ് വിളിച്ചു പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ശമ്പളം തരുന്നവൻ പറഞ്ഞിട്ടുണ്ട് അവൻ അനുകൂലമായിട്ടല്ല, അവന് പ്രതികൂലമായി ഇല്ലാ കഥകൾ ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷെ അറിയാതെ ചോദിച്ചു പോയി. എവിടെപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അറിയാതെ ചോദിച്ചു പോയി, ട്രാപ്പാണോ, കുടുക്കിയതാണോ എന്ന്. എന്നിട്ട് ആ ചോദിച്ച ചോദ്യങ്ങൾക്കല്ലേ രാഹുൽ 24-ൽ മറുപടി പറഞ്ഞത്. അപ്പോ പെയ്ഡ്, അപ്പോൾ കോടികൾ കൊടുത്തിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് PR വർക്ക്, എന്തൊക്കെയാ പറയുന്നത് അല്ലേ? അപ്പൊ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഞങ്ങൾ അങ്ങനെ കേട്ടു, ഞങ്ങളും പലതും കേൾക്കുന്നുണ്ട്. പലരും AKG സെന്ററിൽ ഇരിക്കുന്ന ആളുകൾ വിദേശത്തുള്ള ഭാര്യയുടെ ബന്ധം വെച്ചിട്ട് പലരെയും വിലക്ക് വാങ്ങി, പലരെയും വിലക്ക് വാങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് 10,000-ഉം 7,500-ഉം 2,500-ഉം 7,000, 8,000, 10,000 ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വിടുന്നവർക്ക് ടോട്ടൽ എത്ര അയച്ചു, ടോട്ടൽ എത്ര സ്പെൻഡ് ചെയ്തു, എത്ര രൂപയുടെ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തു, എല്ലാം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ 10 ഇരട്ടി ഈ ആളുകൾക്കൊക്കെ കൊടുത്തപ്പോൾ കാമുകിമാര് പീഡനവുമായിട്ട് രംഗത്ത് വന്നു, കാമുകിമാര് ബലാത്സംഗവുമായിട്ട് രംഗത്ത് വന്നു. ഈ പണമൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ആളുകൾ ഇരിക്കുന്ന ഓഫീസിൽ നിന്ന്. അത് തന്നെ, ഞാനത് പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞ അത് തന്നെ, അതേ ഓഫീസ്, തിരുവനന്തപുരത്തുള്ള അത് തന്നെ. പഴയതല്ല, പുതിയത്. പഴയതിലിപ്പോൾ ആൾ താമസമില്ല. പഴയതിപ്പോൾ ഒരു ഗോസ്റ്റ് ഹൗസ് പോലെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. പുതിയതിൽ തിരുവനന്തപുരത്ത് കയ്യേറി ഉണ്ടാക്കിയ പൊതുഭൂമി, ഈ പറയുന്ന റവന്യൂ ഭൂമി, കേരളത്തിൻ്റെ പൊതുസ്വത്ത് കയ്യേറി ഉണ്ടാക്കിയ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ. ആ പുതിയ ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് ഭാര്യക്ക് പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ബന്ധങ്ങൾ വെച്ച് അവരെ വിലക്ക് വാങ്ങി. അവര് എന്തൊക്കെ ഷഡ്ഡിയാണ് വാങ്ങിക്കൊടുത്തത്, ഷഡ്ഡിക്ക് 10,000 രൂപ, ചെരുപ്പാണ് വാങ്ങിക്കൊടുത്തത്, ചെരുപ്പിന് 10,000 രൂപ, സൺസ്ക്രീമാണ് വാങ്ങിക്കൊടുത്തത്, അതിന് 2,000 രൂപ, ലോഷനാണ് വാങ്ങിക്കൊടുത്തത്, അതിന് 3,500 രൂപ, പിന്നെ ട്രാൻസ്ഫർ ചെയ്തത് 7,500, 2,500, 10,000. അപ്പം എല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ 10 ടൈംസ്, മീൻസ് 1 lakh ടോട്ടൽ സ്പെൻഡ് ചെയ്തതെങ്കിൽ മൊത്തം ഹോട്ടൽ മുറി എടുത്തതിന്, ഹോട്ടൽ മുറിക്ക് കൊടുത്ത റെൻറ്റ് ഒക്കെ പാടെ കൂട്ടിയിട്ട് 1 lakh ആണെങ്കിൽ അതിൻ്റെ 10 ടൈംസ് മീൻസ് മാക്സിമം 10 lakh. അങ്ങനെ ആ രീതിയിൽ എത്രയാണോ സ്പെൻഡ് ചെയ്തത് അതിൻ്റെ ഇരട്ടികൾ കൊടുത്തിട്ടാണ് ഈ പരാതിക്കാരികളെ, ആരോപണങ്ങൾ ഉണ്ടാക്കുന്നവരെ, ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നവരെ, ആരോപണങ്ങൾ പറയുന്നവരെ ഒക്കെ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെയൊക്കെ വിലക്ക് വാങ്ങിയത് എന്ന് കേൾക്കുന്നുണ്ട്.
തെളിവുണ്ടോ? തെളിവില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതാണല്ലോ ലൈൻ, ഇങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഞങ്ങൾക്ക് തെളിവൊന്നുമില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടു, ഞാനും ഇങ്ങനെ കേട്ടു അല്ലേ, ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മൾ. എന്താ അപ്പൊ അതിന്റെ സത്യാവസ്ഥ? എന്താണ് കുട്ടിയെ സത്യാവസ്ഥ എന്താണ്? അങ്ങനെയൊക്കെ നമ്മളും കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ അവരുടെ കൂട്ടിക്കൊടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുക. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞതുപോലെ 24-ന് മാത്രമായിട്ട് കിട്ടിയത് ഞങ്ങൾക്കാർക്കും കിട്ടിയില്ല. കാരണം ഞങ്ങളെ വ്യൂവർഷിപ്പിനെ അത് ബാധിച്ചു. ബാർക്ക് റേറ്റിംഗിൽ 24-ന് വൻ കുതിപ്പ്. എപ്പം മുതൽ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന ഇൻ്റർവ്യൂ പുറത്തു വന്നതിന് പിന്നെ ഞങ്ങളുടെ ഈ പറയുന്ന റേറ്റിംഗ് ഒക്കെ ഇടിഞ്ഞ് താഴെ പോയി. ഞങ്ങൾ ഫോൺ ഫാമിംഗ് നടത്തിയിട്ടും ബാർക്ക് ഉദ്യോഗസ്ഥന് 100 കോടികൾ കൊടുത്തിട്ടും ഉപകാരമുണ്ടായില്ല. ശ്രീകണ്ഠൻ നായർ ₹1 പോലും ചെലവഴിക്കാതെ വെറും 1 മണിക്കൂർ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തിട്ട് ബാർക്ക് റേറ്റിംഗിൽ അതിവലിയ മുന്നേറ്റം, കുതിച്ചുചാട്ടം നടത്തുന്ന മുന്നേറ്റം ശ്രീകണ്ഠൻ നായർ നടത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാത്തത് പുളിച്ച മുന്തിരിയാണ്, ഞങ്ങൾ കഴിക്കാത്തത് 24-ലെ ശ്രീകണ്ഠൻ നായർ കഴിച്ചത് പുളിക്കുന്ന മുന്തിരിയാണ്. ശ്രീകണ്ഠൻ നായർ ഇട്ടത് നിക്കറാണ്, ഞങ്ങൾ ഇടുന്നത് വള്ളി ട്രൗസറാണെന്നാണ് കാട്ടുകള്ളൻ വീരപ്പൻ ആൻഡോ അഗസ്റ്റിൻ ഇപ്പൊ പറഞ്ഞു പരത്തുന്നത്. എന്താണെങ്കിലും 24-ന് ഇപ്പൊ രാഹുല് കോടികൾ കൊടുത്താലും നേട്ടം ആർക്കാ നോക്കിയേ? 24-ന് നേട്ടം ഉണ്ടായി. ബാർക്ക് റേറ്റിംഗിൽ വലിയ കുതിപ്പ്, പോരാത്തതിന് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ വൻ കുതിച്ചു താട്ടം. 24-ന്റെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്റർവ്യൂകളൊക്കെ ലക്ഷങ്ങൾ മറികടന്നുള്ള വ്യൂസ്. അരെ വാ! എങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് കോടികളുടെ വരുമാനം ആർക്ക്? 24-ന്. രാഹുലിനെ കൊത്തി വലിക്കാൻ പോയവർക്ക് വട്ടപൂജ്യം.